എന്താ മേഡം കാണിച്ചത്? ഞങ്ങളിതൊക്കെ ചെയ്യില്ലേ? പേടിക്കണ്ട മാഡം, വേഗം കരിയും. ചെറിയ മുറിവാ. ക്ഷമിക്കണം സരോജാമ്മേ, വെറുതെ നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിച്ചു ഞാൻ. നിങ്ങള് വെഡിങ് കാർഡ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ. ഞാൻ ഇറങ്ങാ. ഉടനെ ഒരു TT എടുക്കണം. ഐ എം റിയലി സോറി. എന്തിനാ മാഡം ക്ഷമയൊക്കെ ചോദിക്കുന്നത്? മാഡം ധൃതി പിടിച്ചു പോണോന്നില്ല. സരോജ, നീ ഒന്ന് പറ. ഇല്ല, സാരമില്ല. ഞാൻ ഇറങ്ങുന്നു. പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അയ്യോ, എന്റെ കരിക്കോത്തിമേ, ഞാൻ എന്തായി കാണുന്നത്? എന്തു പറ്റി സരോജാമ്മേ? കല്യാണക്കുറിയില് ബ്ലഡ് ആയിരിക്കുന്നു മാഡം. ഇത് കണ്ടോ, ചോര. ശ്രീലക്ഷ്മി അച്ഛ, എനിക്ക് ക്ഷേത്ര ഭാരവാഹികളൊന്ന് കാണണമായിരുന്നു. ഞാനിപ്പോ വരാം. ഓ, ആയിക്കോട്ടെ. അമ്മേ, ഞാൻ അവിടെ തൊഴുതിട്ട് വരാം. എന്താ ശ്രീലക്ഷ്മി, കുറെ നേരമായിട്ട് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ തനിക്ക്. എന്താടോ തന്റെ ഈ നോട്ടത്തിന് വല്ലാത്തൊരു പ്രത്യേകത. ദൈവത്തെ നോക്കുന്നതിനേക്കാൾ ഭക്തിയോടെയാണല്ലോ താൻ എന്നെ നോക്കുന്നത്. ഒരാളോട് ഇഷ്ടവും ബഹുമാനവും കൂടിയാൽ അതൊരു തരത്തിലെ ഭക്തിയല്ലേ സർ? അതാ എനിക്കിപ്പോ സാറിനോട്. ഓഹോ, അപ്പോ രവി സാർ എന്ന പേര് മാറ്റി വല്ല ദൈവത്തിന്റെയും പേര് വിളിക്കാൻ ഉദ്ദേശമുണ്ടോ തനിക്ക്? രാമൻ, കൃഷ്ണൻ, മുരുകൻ, ഗണപതി, അയ്യപ്പൻ, അങ്ങനെ എന്തെങ്കിലും? സാറിന് എനിക്ക് വേറൊരു പേരിലും വിളിക്കണ്ട. പക്ഷെ സാറിപ്പോ എനിക്ക് ദൈവത്തിന് തുല്യമായ ആളാ. എന്നെ താൻ കാര്യമായിട്ട് പുകഴ്ത്തുകയാണല്ലോ. എന്താ തന്റെ ഉദ്ദേശം? മനസ്സിലാവുന്നില്ല. സർ, അന്ന് നമ്മുടെ വിവാഹത്തിന് ഞാൻ സമ്മതല്ലെന്ന് പറഞ്ഞപ്പോ സാറിന്റെ മനസ്സ് ഒരുപാട് വേദനിച്ചു കാണുന്ന എനിക്കറിയായിരുന്നു. അതെന്റെ വിവരക്കേട് കൊണ്ട് സംഭവിച്ച ഒരു പിടിവാശിയാ. എന്നിട്ടും സാറിന് എന്നോടുള്ള അടുപ്പത്തിന് ഒരു കുറവും സംഭവിച്ചില്ല. താൻ എന്തു പറഞ്ഞാലും തന്റെ മനസ്സിൽ എന്നോട് പ്രണയമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നല്ലോ. അപ്പൊ പിന്നെ എനിക്ക് തന്നോടുള്ള അടുപ്പത്തിന് എന്തു കുറവ് സംഭവിക്കാനാ? അതെനിക്കറിയാം സർ. ഞാനിപ്പോ സാറിനെ കാണണമെന്ന് പറഞ്ഞത് സാറിനോട് ഒരു നന്ദി പറയാനായിരുന്നു. നന്ദിയോ? എന്തിന്? സാറ് അഭിമാനിയായ എന്റെ അച്ഛന്റെ സങ്കടം മനസ്സിലാക്കി സഹായിച്ചു. 3 സ്ത്രീകളെ പർച്ചേസിന് അയച്ചിട്ട്. വിവാഹ ക്ഷണക്കത്തിൽ രക്തം പുരണ്ടെന്നോ? അറിയാതെ പറ്റിയതാ തിരുമേനി. പക്ഷേ അതിനുശേഷം ഒരു മനസമാധാനം ഇല്ല ഞങ്ങൾക്ക്.
അതിന്റെ ദോഷം മാറാൻ പൂജ നടത്താനാ ഇപ്പൊ ഇവിടേക്ക് വന്നത്. ഇവിടെ വന്നപ്പോ കത്ത് താഴേക്കും വീണു. ഇതൊക്കെ കാണുമ്പോ എന്ത് ദോഷാണെന്നറിയാതെ ഭയം തോന്നുക തിരുമേനി. ശരി ശരി, വിഷമിക്കണ്ട. സംഭവിച്ചത് കഴിഞ്ഞു. ഇതുപോലെ ദൃഷ്ടിദോഷം സംഭവിക്കുന്നത് പതിവാണ്. ഇതിനെപ്പറ്റി ഒരുപാട് ആലോചിച്ച് വിഷമിക്കാതെ ഇതിനുള്ള പരിഹാരങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്താ മതി. ആയിക്കോട്ടെ തിരുമേനി. എന്ത് പരിഹാരം ചെയ്യണമെന്ന് തിരുമേനി തന്നെ പറഞ്ഞാ മതി. സർവൈശ്വര്യ പ്രധാനിയായ ദേവിയുടെ മുമ്പിൽ മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചു. എന്നിട്ട് വിവാഹ ക്ഷണപത്രിക ഇവിടുന്ന് പൂജിച്ച മഞ്ഞളും കുങ്കുമവും പുരട്ടി പട്ടു തുണിയിൽ കെട്ടി അവിടെയുള്ള ചെറിയ മരത്തിൽ കെട്ടിയിട്ടാ മതി. എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. അച്ചിട്ട. ശരി തിരുമേനി, അങ്ങനെ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി, നാളെ അഷ്ടമി ദിവസമാണ്. അയ്യോ, മറന്നുപോയല്ലോ. ഉപവാസം നടത്താൻ പറ്റിയ ദിവസം. വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഉപവാസം നടത്തി ഇവിടെ വന്ന് ദേവിയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷന്റെ കൈകൊണ്ട് നെറ്റിയിൽ കുങ്കുമം ചാർത്തിക്കുന്നതും വളരെ നല്ലതാണ്. ദീർഘമാംഗല്യത്തിന് ഉത്തമം. ആയിക്കോട്ടെ തിരുമേനി. തിരുമേനി പറയുന്ന പോലെ ചെയ്തോളാം. ശരി, എന്നാ ഉടൻ ചെയ്തോളൂ. നാളെ നീട്ടിവെച്ച് അതിന്റെ ഫലം കളയണ്ട. ഓ, അന്ന് ഞാൻ പറഞ്ഞ കാര്യം ജ്യോത്സ്യൻ മോളോട് പറഞ്ഞിരിക്കൂ. ഈശ്വര, ഞാൻ അവളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ശ്രീടിച്ച, ദേ മോൾ അവിടെ നിൽക്കുന്നു. വാ നിങ്ങള്. അതല്ല അമ്മേ, എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചതേ അവസാനമായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ 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 എന്ത് സംഭവിച്ചു? മോളെ, അമ്പലത്തിന് മുമ്പിൽ നിന്ന് ജ്യോത്സ്യനോട് സംസാരിച്ച ഓർമ്മയില്ല നിനക്ക്? ജോത്സ്യനോടോ? അതെപ്പോ? ശ്രീലക്ഷ്മി, ഓക്കെ. ഇപ്പോ ഇത് കെട്ടിക്കോളൂ. ഇതെന്തിനാ സർ? എന്താ കാര്യം? അത് ഞാൻ പറയാം. തൽക്കാലം ഞാൻ പറയുന്നത് കേൾക്കൂ. ഇത് കെട്ടിക്കോളൂ. ഇത് പിടിക്കൂ. ശ്രീകോവിലിന്റെ മുന്നിൽ തൊഴുതു കഴിഞ്ഞ ശേഷം എനിക്ക് എന്താ പറ്റിയത്? ഞാൻ ശ്രീലക്ഷ്മിയുടെ ജാതകത്തിൽ വരുത്തിയ ഈ ഒരു ചെറിയ തിരുത്തൽ കൊണ്ട് ഇനി ഈ ജാതകം എത്ര വലിയ ജോത്സ്യനെ കൊണ്ട് നോക്കിച്ചാലും വരന് അപമൃത്യു ഉണ്ടാകുമെന്നേ ഫലം പറയുന്നു. ഈ വധുവിനെ വിവാഹം ചെയ്യുന്ന വരൻ മരിക്കുമെന്ന് സാരം. ഗുഡ് വർക്ക്. അതാണ് വേണ്ടത്.
അപ്പോ ഈ 3 നാഴികയാണ് ശ്രീലക്ഷ്മിയുടെ കഴുത്തിലേക്ക് രവിവർമ്മൻ സാർ കെട്ടാൻ പോകുന്ന താലിയെ തടയുന്നത്. അതെ മേഡം, പക്ഷേ എനിക്കൊരു അഭിപ്രായമുണ്ട്. ജാതകം തിരുത്തി കല്യാണം മുടക്കുന്നത് വലിയൊരു പാപമാണ്. മേഡം ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരേ എന്നാണ് എന്റെ ചോദ്യം. കാരണം ഞാൻ ഈ ജാതകങ്ങൾ ചേർത്ത് നോക്കിയപ്പോ ഇവർ തമ്മിൽ പൂർവ്വജന്മ പുണ്യഫലം ധാരാളമായിട്ടുള്ളതായി കാണുന്നുണ്ട്. വളരെ അപൂർവമായിട്ടേ ഇത്രയും ചേർച്ചയുള്ള ജാതകങ്ങൾ കാണാൻ കിട്ടൂ. സത്യം പറഞ്ഞാൽ ഈ ചെയ്യുന്നത് തെറ്റാണോ എന്നൊരു കുറ്റബോധം എന്നെ വിഷമിപ്പിക്കുന്നുണ്ട്. സാരമില്ല, കുറ്റബോധമെല്ലാം ഇത് പോക്കറ്റിലിരിക്കുമ്പോ മാറിക്കൊള്ളും. ശരിയെന്നാ. ഭയങ്കര ചേർച്ചയുള്ള ജാതകങ്ങളാണല്ലോ മോളെ ശ്രീലക്ഷ്മി. നിന്റെ പ്രണയം ജന്മാന്തര പുണ്യം പവിത്രം എന്നാണ് പറച്ചിൽ. അപ്പൊ പിന്നെ എന്റെ പ്രണയം എന്താടി, ടൈം പാസ് എന്നാണോ നീ വിചാരിച്ചത്? ബ്ലോഡി ഫൂൾ. ഇനി ഞാൻ ഈ തിരുത്തിയ ജാതകം രാജനന്ദിനി വിലാസത്തിൽ ഗായത്രി ദേവിയുടെ പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കും. ഒറിജിനൽ ജാതകം. സാൻഡ്രയുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമായി വന്ന് നിന്നാൽ സാൻഡ്ര അവരുടെ തലവര തന്നെ മാറ്റി എഴുതും. വലിച്ചു കീറും ഞാൻ അവളുടെ ജാതകത്തിന്. ചില സിറ്റുവേഷൻസ് കാരണം ഇടയ്ക്കൊന്ന് സ്ലോ ആവാറുണ്ട്. പക്ഷെ സമയം എടുക്കാതെ അതിവേഗത്തിൽ ലക്ഷ്യത്തിലെത്താനാ ഇപ്പൊ എന്റെ ശ്രമം. അതാണ് സാൻഡ്ര മാഡം. മാഡം പറയും, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? വെരി സിമ്പിൾ. ശ്രീലക്ഷ്മിയും രവിവർമ്മൻ സാറുമായിട്ടുള്ള വിവാഹം നടക്കാൻ പാടില്ല. അതാണ് എന്റെ അൾട്ടിമേറ്റ് എയിം. ഓഹോ, എന്ന് വെച്ചാ രവിചന്ദ്രവർമ്മനും സാൻഡ്ര മാഡവുമായിട്ടുള്ള വിവാഹം ഭാവിയിൽ നടക്കാനുള്ള പ്ലാനുമായിട്ടാ വന്നതല്ലേ? ചേട്ടൻ എന്നെ ഇങ്ങനെ പരിഹസിക്കൊന്നും വേണ്ട. സാർ എന്നെ വിവാഹം ചെയ്യോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ശ്രീലക്ഷ്മി ആ വീട്ടിലേക്ക് മരുമകളായി വരാൻ പാടില്ല എന്നുള്ളതാ. അത് കറക്റ്റാ. എനിക്കും അത് തന്നെയാ വേണ്ടതും. മാഡം പറഞ്ഞോ, ഈ ത്രിവിക്രമൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, കാര്യം വളരെ സിമ്പിളാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ആ സുദർശനനെ ചേട്ടനൊന്ന് ഇറിറ്റേറ്റ് ചെയ്യണം. വെറും ഇറിറ്റേഷൻ അല്ല, നല്ല രീതിയിലുള്ള കുടുംബം കലക്കല് തന്നെ. എന്താ, നടക്കോ? അതെന്താ മാഡം അങ്ങനെ ഒരു ചോദ്യം? അത് ഞാൻ എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്ന കാര്യമില്ലേ. കുടുംബം കലക്കാനേ ഞാനൊരു സ്പെഷ്യലിസ്റ്റാ. അറിയാം, അതിനുള്ളത് ഇടയ്ക്ക് കിട്ടാറുണ്ടല്ലോ അല്ലേ? മാഡം ഇങ്ങനെ വിളിച്ചു വരുത്തി അവമാനിക്കരുത് പ്ലീസ്. ശരി ശരി, എന്നാ കേട്ടോളൂ. ഇത്തവണത്തെ കുടുംബം കലക്കല് ഇതുവരെ ചെയ്തതിനേക്കാൾ കൂടുതലാവണം. മകൾക്ക് ഈ വിവാഹം ആവശ്യമാണോ എന്ന് സുദർശനന് തോന്നണം. അതിനുള്ള യോഗ്യത തനിക്കില്ല എന്ന് അയാള് സ്വയം മനസ്സിലാക്കണം. അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ചേട്ടന്റെ ജോലി. അതിനുള്ള കൂലിയാണ് ഇത്. എന്തൊരു സന്തോഷം! ഇപ്പോഴാണ് ഒരു ഡീലായി. മാഡം നോക്കോ, ആ സുദർശനൻ ഞാൻ വയ്ക്കാൻ പോകുന്ന ഓരോ കെണിയിലും വീണ് ശ്വാസം മുട്ടി ഭ്രാന്തനായി എന്റെ മകൾക്ക് ഈ കല്യാണം വേണ്ടേന്ന് പറഞ്ഞ് തെരുവുതോറും വിളിച്ചു വിളിച്ചു പറയും. ഇതേ ഈ ത്രിവിക്രമന്റെ ഉറപ്പാ. അവന്റെ ആ സ്വഭാവം കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ വീട്ടുനടയിൽ വലിയൊരു ദുരന്തം സംഭവിക്കാൻ പോയത്. ദുരന്തമോ? അതെ, ചെറിയൊരു അഗ്നിബാധ. അതോടെ എനിക്ക് തീർച്ചയായി
ചേർച്ചയില്ലാത്ത ആ രണ്ടുപേർ ഒന്നിച്ചാൽ എന്റെ മോന് ജീവഹാനി സംഭവിക്കുമെന്നത് ഈശ്വര നിശ്ചയമാണ്. അതിനെ തടുക്കാൻ നമുക്ക് ആർക്കും കഴിയില്ലല്ലോ. കഴിയുമായിരുന്നു. പല പല കാരണങ്ങൾ കൊണ്ട് ഞാൻ ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞപ്പോ എന്റെ ഭാര്യയും മകളും അടക്കം സകലമാന പേരും എന്നെ പ്രതിസ്ഥാനത്ത് നിർത്തി. എന്റെ മോളുടെ സന്തോഷം ഞാൻ കാരണം തകരണ്ടെന്ന് കരുതിയ നിവർത്തികേടുകൊണ്ട് പിന്നീട് ഞാനതിന് തയ്യാറായത്. എന്റെ മോളുടെ ഭാവിയിൽ എനിക്കിപ്പോഴും കെട്ടടങ്ങാത്ത ആശങ്കകളുണ്ട് ഗായത്രിയമ്മേ. ഏതൊരച്ഛനും തോന്നുന്ന ആധികൾ. ജ്യോത്സ്യൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ വിവാഹം നടന്നാൽ നല്ല പ്രായത്തിൽ തന്നെ എന്റെ മകളൊരു വിധവയുടെ പട്ടം സ്വീകരിക്കേണ്ടി വരുമെന്നർത്ഥം. സുദർശൻ, വരൂ, ചായ കുടിക്കാം. വേണ്ട, കുടിച്ചാൽ ഇറങ്ങില്ല എനിക്ക്. ഗായത്രിയമ്മേ, പണ്ടേ ഈ ബന്ധം ഞാൻ മനസ്സുകൊണ്ട് അംഗീകരിക്കാത്തതാ. ഉള്ള ഏക മകളെ ഇരട്ടിപ്രായമുള്ള ഒരാൾക്ക് പിടിച്ചുകൊടുക്കേണ്ടി വരുന്ന നിവർത്തികെട്ട ഒരച്ഛന്റെ വേദന പറഞ്ഞാ മനസ്സിലാവില്ല നിങ്ങൾക്ക്. പലതവണ ഈ വീടിന്റെ പടി കയറി വന്ന് ഇതൊന്നും മുടക്കിത്തരാൻ ഉറക്ക വിളിച്ചു പറയണമെന്ന് തോന്നിയിരുന്നു എനിക്ക്. പക്ഷേ എനിക്കതിന് പറ്റിയില്ല. അത് മറ്റൊരു നിവൃത്തികേട്. ഞാൻ ഉദ്ദേശിച്ച അതേ കാര്യങ്ങൾ ഈശ്വരൻ ശരിവച്ചപ്പോഴാ ഗായത്രി അമ്മയ്ക്കും തോന്നിയത് ഇത് നടക്കാൻ പാടില്ലാത്ത ബന്ധമാണെന്ന്. അതിൽ ശ്രീലക്ഷ്മിയുടെ അഡ്രസ്സിൽ നോക്കിയേ. അതെയോ? ഓ, ശരിയാണല്ലോ. ഇതാണോ കഴിഞ്ഞ ദിവസം നിങ്ങൾ തിരയണ കണ്ടത്? ആ അതെ അച്ഛാ, ഈ കൊറിയർ ഞങ്ങൾ തുറന്നു പോലും നോക്കിയിട്ടില്ല ഇതുവരെ. അതിനെന്താ, ഞാൻ തന്നെ തുറന്നു നോക്കിക്കളയാം. ഇത്രയും വലിയ കവറിനകത്ത് ഇതെന്താ ഒരു ചെറിയ പേപ്പർ? പേപ്പറോ? ആ അതെ. പ്രിയപ്പെട്ട കുഞ്ഞനുജത്തി, നീ കാണുന്നത് മുഖം മൂടി അണിഞ്ഞ ഒരു രവിചന്ദ്രവർമ്മനെയാണ്. അവന്റെ മുഖം മൂടിക്കുള്ളിൽ പേടിപ്പെടുത്തുന്ന ഒരു ഭൂതകാലം ഒളിഞ്ഞിരിപ്പുണ്ട്. അതറിയണമെങ്കിൽ അവന്റെ ആദ്യ ഭാര്യ രാജനന്ദിനി എങ്ങനെ മരണപ്പെട്ടുവെന്ന് അന്വേഷിക്കണം. അപ്പോഴേ തിരിച്ചറിയൂ നിന്റെ ഭാവിയും ചതിക്കുഴിയിലേക്കാണെന്ന് എന്ന് ഒരു അഭ്യുദയകാംക്ഷി. എന്താ മോളെ ഇത്? രാജനന്ദിനി രവിവർമ്മ സാറിന്റെ ആദ്യ ഭാര്യയല്ലേ? ഇതെന്താ ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും അറിയാമോ ഇതിനെ കുറിച്ച്? ഞാൻ പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിക്കാം. എങ്ങനെ തന്നെ വിശ്വസിക്കാന്ന്? എന്താ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങള് ഞങ്ങൾ കേൾക്കാതിരുന്നത്? ഒരെണ്ണം പറഞ്ഞേ, ഞാനൊന്ന് കേക്കട്ടെ. പറഞ്ഞാ കേൾക്കുമായിരുന്നു. പണ്ട് രവിചന്ദ്രവർമ്മൻ എന്ന ആളെ നമ്മുടെ മോള് പരിചയപ്പെടുന്നതിന് മുൻപ്. പക്ഷെ അതിനുശേഷം ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ നിങ്ങൾ ഓരോരോ ന്യായീകരണങ്ങൾ കണ്ടുപിടിക്കുന്നതല്ലാതെ എന്നാ എന്നെ അനുസരിച്ചിട്ടുള്ളത്? ഇങ്ങോട്ട് പറഞ്ഞേ, ഞാൻ കേൾക്കട്ടെ. അതെ, ഇന്ന് ഇതുവരെ സുദർശൻ എന്ന വ്യക്തി
കോളനിക്കാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും തല ഉയർത്തി നിന്നിട്ടേ ഉള്ളൂ. പക്ഷേ സുദർശൻ എന്ന അച്ഛന് എല്ലാവരുടെ മുൻപിലും പല തവണ തല താഴ്ത്തി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ അമ്മയും മോളും തല താഴ്ത്തി നിർത്തുകയായിരുന്നു ഈ സുദർശന്റെ. ശ്രീരച്ച മതി. നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാ പോകുന്നതെന്ന് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്നേ എനിക്കിപ്പോഴും പറയാനുള്ളൂ, നിങ്ങളുടെ വാക്ക് ധിക്കരിച്ച് ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളെ ഒളിച്ചും പാത്തും ചെയ്യാൻ ഞങ്ങൾക്കൊന്നുമില്ല. തെറ്റ്. നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ കാര്യങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചതുകൊണ്ടാ ഇത്രയും വഷളായത് തന്നെ. രവി സാറും നമ്മുടെ മോളും തമ്മിൽ ഇങ്ങനെയൊരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ നീ അതെന്നോട് പറയണമായിരുന്നു. ഒരമ്മയായ നീ മോളെ അതിൽ നിന്ന് വിലക്കണമായിരുന്നു. ഇതൊന്നും നീ ചെയ്തില്ല. അവിടെയാണ് തെറ്റുകളുടെ തുടക്കം തന്നെ. മതി. നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് പിന്നെയും പിന്നെ എന്തിനാ ശ്രീടച്ച ഓരോ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ മുഴുവൻ മാറിക്കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ മോൾ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? അവള് സമ്മതിച്ചു, ഞാനും. പക്ഷെ ദൈവം സമ്മതിക്കുന്നില്ല. അതാണ് ഇതിന്റെ വിരോധാഭാസം. നിങ്ങൾ പറയുന്ന എന്റെ തെറ്റിദ്ധാരണ മറ്റൊരർത്ഥത്തിൽ ഈശ്വര നിശ്ചയമാണെന്ന് ഇന്ന് രവിവർമ്മൻ സാറിന്റെ വീട്ടിൽ പോയപ്പോ എനിക്ക് മനസ്സിലായി. ദൈവം സമ്മതിക്കുന്നില്ലേ എന്ന് പറഞ്ഞാ? അല്ല, അവിടേക്ക് എന്തിനാ നിങ്ങളെ ഗായത്രി അമ്മ വിളിപ്പിച്ചത്? അത് പറഞ്ഞില്ലല്ലോ നിങ്ങൾ ഇതുവരെ. അത് പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. ഗായത്രി ദേവി അമ്മയ്ക്ക് ഇപ്പൊ ഒരാഗ്രഹമേ ഉള്ളൂ, ഒരൊറ്റ അപേക്ഷ മാത്രം. രവിചന്ദ്രവർമ്മനും ശ്രീലക്ഷ്മിയും തമ്മിലുള്ള വിവാഹബന്ധം മുടങ്ങണം, അത്ര തന്നെ. നാളത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയില്ലേ? രവി, ഓർമ്മയില്ലേ നിനക്ക്? എന്റെ മുഖത്ത് നോക്കി വേണം ഉത്തരം പറയാൻ. അത് ഞാൻ നിങ്ങളെ മറക്കാനാണ്. നാളെ രാജനന്ദിനിയുടെ ഓർമ്മ ദിവസമാണ്. ഞാനത് മറക്കില്ല ഒരിക്കലും. അപ്പോ അറിയാൻ നിനക്ക്. എന്നിട്ടാണ് ശ്രീലക്ഷ്മിയുടെ വീട്ടുകാരോടൊപ്പം പൂജയ്ക്ക് ചെല്ലാന്ന് നീ സമ്മതിച്ചത്. മാത്രമല്ല, മറ്റാരും ഇല്ലാത്തതുകൊണ്ട് എല്ലാ വർഷവും നീ തന്നെയാണ് രാജനന്ദിനിയുടെ ആണ്ടുബലി കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്, ഒരു മുടക്കവും ഇല്ലാതെ. എന്നിട്ടിപ്പോ ശ്രീലക്ഷ്മി വന്നപ്പോ അത് വേണ്ടാന്ന് വെക്കുകയാണോ നീ? നിനക്ക് രാജനന്ദിനിയാണോ വലുത്, അതോ ശ്രീലക്ഷ്മിയോ? പറയാൻ. എനിക്ക് രാജനന്ദിനി ശ്രീലക്ഷ്മി ഒരുപോലെയാണ് അമ്മേ. രണ്ടുപേരോടും എന്റെ പ്രണയം വേർതിരിച്ച് കാണാൻ എനിക്ക് കഴിയില്ല. അമ്മ ഈ ചോദ്യം ചോദിക്കുന്നത് ഇത്ര വർഷമായിട്ടും ഈ മകന്റെ മനസ്സ് മനസ്സിലാകാത്തോണ്ടാ. അമ്മയ്ക്ക് പറയാൻ പറ്റുമോ ഇടത് കണ്ണിനേക്കാൾ വലത് കണ്ണാണ് കൂടുതൽ നല്ലതെന്ന്? ഇല്ലമ്മേ, രാജനന്ദിനിയും ശ്രീലക്ഷ്മിയും ഒന്നായേ ഞാൻ കണ്ടിട്ടുള്ളൂ. മകന് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഗായത്രി ദേവി അമ്മയ്ക്കും അത് മനസ്സിലാവണമെന്നില്ല. അല്ലെങ്കിൽ തന്നെ എന്തിനാ ശ്രീടച്ച എല്ലാവരുടെ ശാപം ഇങ്ങനെ വാങ്ങിവെക്കുന്നത്? പെൺമക്കൾക്ക് കൂടുതലെടുപ്പം എപ്പോഴും അച്ഛന്റെ അടുത്തായിരിക്കും എന്ന് പറയാറുണ്ട്. ഞാനത് ഈ വീട്ടിൽ നേരിട്ട് കണ്ടിട്ടുള്ളതാ. അപ്പോഴെനിക്ക് പലപ്പോഴും അസൂയ തോന്നിയിട്ടുണ്ട് നിങ്ങളോട്. അതാ അഹങ്കരിച്ച് കോളനിക്കാരോട് പറഞ്ഞു നടന്നിട്ടുള്ളത് എന്റെ വീട്ടിലെ അച്ഛന്റെ മോളുടെ അടുപ്പത്തെ പറ്റി. എന്നാലിപ്പോ ആ അടുപ്പം ഉണ്ടായിരുന്നെടുത്ത് എപ്പോ വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു ബോംബുമായിട്ടാ ശ്രീടച്ചൻ ജീവിക്കുന്നത്. ഇരുവർക്കും ഇടയിൽ ഒരു പൊട്ടിത്തെറി. ശരിയാണ്, ഇന്നലെ ശ്രീടച്ചൻ പറഞ്ഞതുപോലെ ഒരമ്മ എന്ന നിലയിൽ ഞാൻ അവളെ പറഞ്ഞ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണമായിരുന്നു. പക്ഷെ സത്യമായിട്ടും ഞാൻ ഈ ബന്ധം അറിഞ്ഞപ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു ശ്രീടച്ച.
അടർത്തി മാറ്റാനാവാത്ത വിധത്തിൽ അപ്പം നമ്മുടെ മോളും രവിസാറും തമ്മിൽ അടുത്ത് കഴിഞ്ഞിരുന്നു എന്നതാണ് സത്യം. അമ്മയെ സംശയിക്കുന്ന എന്റെ മനസ്സിലെ ജീവിത പുരുഷൻ രവിചന്ദ്രവർമ്മൻ സാറ് തന്നെയാ. ഞാൻ സാറുമായിട്ട് ഇഷ്ടത്തില്ല ഇപ്പോ. അച്ഛനോട് എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന് കരഞ്ഞ് കാലു പിടിച്ചപ്പോ ഒരമ്മയായിട്ടല്ല, കൂട്ടുകാരിയായിട്ടാ ഞാനതെല്ലാം കേട്ടു നിന്നത്. അതിനെ അന്ന് എനിക്ക് സാധിക്കുമായിരുന്നുള്ളൂ. അവൾ നമ്മുടെ മോളല്ലേ അച്ഛാ, നമ്മളല്ലേ അവളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത്. അമ്മയും കൊള്ളാം മോനും കൊള്ളാം, രണ്ടും കൂടെ ചേർന്നുള്ള കളിയാണെന്ന് തോന്നുന്നു. ആണോ? എങ്കിലേ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇവിടെ. അതും കഴിച്ച് മിണ്ടാതെ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാൻ നോക്ക്, മറ്റുള്ളവരെ മെനക്കെടുത്താതെ. എന്തിനാ രേഖ എന്നോട് ചൂടാവുന്നേ? ഞാൻ റെഡിയായി വരാൻ ലേറ്റ് ആയതുകൊണ്ടാണോ? അമ്മയും ചേട്ടാ ഇതുവരെ റെഡിയായി വന്നില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? അയ്യോ കഷ്ടം. അതെ, അവര് രണ്ടാളും നമ്മളെ വിളിക്കാതെ രാവിലെ തന്നെ സ്ഥലം വിട്ടു. രഘു, വാട്ട്? ആണോ? അല്ല രേഖ, ചിലപ്പോ അമ്മ നമ്മളെ വിളിച്ചു കാണും. നമ്മൾ രണ്ടാളും നല്ല ഉറക്കത്തിലായിരുന്നിരിക്കും. നമ്മളെ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചായിരിക്കും അവര് പോയിട്ടുണ്ടാവുക. ഞാൻ അമ്മയോ ചേട്ടായോ ഒന്ന് വിളിച്ചു നോക്കാം. ഞാൻ അവരെ വിളിച്ചു, രണ്ടുപേരും നോട്ട് റീച്ചബിൾ. സംശയം ഉണ്ടെങ്കിൽ രഘു വിളിക്ക്. കമോൺ രേഖ, താൻ ഇത്ര വറീഡ് ആവാതെ. ഏതായാലും ശ്രീലക്ഷ്മിയും വീട്ടുകാർ അമ്പലത്തിൽ വരുമല്ലോ. താൻ ശ്രീലക്ഷ്മി എന്ന് വിളിക്ക്, അപ്പൊ അറിയാലോ എന്താ ഏതാന്നൊക്കെ. വിളിക്ക്. അല്ലെങ്കിൽ വേണ്ട, മധുരലയുടെ കാര്യം അറിഞ്ഞിട്ട് മതി ശ്രീലക്ഷ്മിയെ വിളിക്കുന്നത്. രവി, ഈ ചടങ്ങ് പൂർത്തിയാക്കാതെ ശ്രീലക്ഷ്മിയുടെ പൂജയ്ക്ക് പങ്കെടുക്കാനാണോ നീ ആഗ്രഹിക്കുന്നത്? രാജനന്ദിനി അപ്പൊ ആരുമല്ലേ നിനക്ക്? അതെന്ത് ചോദ്യം അമ്മേ? എനിക്ക് രാജനന്ദിനി വലുതാണ്, അതുപോലെ തന്നെ ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിയുടെ പൂജയിൽ പങ്കെടുക്കാമെന്ന് ഇന്നലെ ഞാൻ വാക്കുകൊടുത്തു പോയി. സാധാരണഗതിയിൽ ബലിതർപ്പണം ചെയ്യുന്ന ആൾ അന്നേ ദിവസം മറ്റ് ശുഭകാര്യങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ലെന്നാണ് ശാസ്ത്രം. അതെ, ആ പറഞ്ഞതാണ് ശരി. ഇളയതെ, ചടങ്ങ് തുടങ്ങിക്കോളൂ. എല്ലാ കർമ്മങ്ങളും ശരിയായി ചെയ്യണം, അതാണ് അത്യാവശ്യം. ശരി അമ്മേ. ശ്രീലക്ഷ്മി നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ നിന്റെ ജീവന് തന്നെ ആപത്താണെന്ന് എനിക്ക് നിന്നോട് പറയാൻ പറ്റാത്തതുകൊണ്ടാ രവി. നീ എന്നോട് ക്ഷമിക്ക. ഞങ്ങൾ എല്ലാ വർഷവും രാജനന്ദിനിക്ക് വേണ്ടി മുടങ്ങാതെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു തവണ പോലും കാക്കകൾ വന്ന് പിണ്ടം എടുക്കാറില്ല. ഇത്തവണയെങ്കിലും കാക്കകൾ വരുവോ തിരുമേനി? അമ്മ, അകാലത്തിൽ മരിക്കുന്നവര് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാതെയാണ് മരിക്കുന്നതെന്ന് പറയാം. അവർക്ക് ആത്മശാന്തി ലഭിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ശാന്തി കിട്ടുമ്പോഴേ അവർ പിണ്ടത്തിലെ അന്നം തേടി വരും. ശരിക്കും മോളുടെ ആഗ്രഹങ്ങൾ എന്തായിരുന്നിരിക്കും? എപ്പോഴാ ഇനി എന്റെ മോൾക്ക് ആത്മശാന്തി ലഭിക്കുന്നത്? ഏതിനും അമ്മ വിഷമിക്കണ്ട. ഇത്തവണ കാക്കകൾ വന്ന് പിണ്ടം എടുക്കും. ജീവിതത്തിന്റെ പകുതിയിൽ ഉപേക്ഷിച്ചു പോവേണ്ടി വന്ന രവിയെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കും രാജനന്ദിനിക്ക് ആത്മശാന്തി ലഭിക്കാത്തത്. ഇപ്പോ ശ്രീലക്ഷ്മി വന്നതോടെ ദേവിയുടെ ഏകാന്ത ജീവിതം അവസാനിക്കുകയല്ലേ. അതുകൊണ്ട് ഉറപ്പായും രാജനന്ദിനിയുടെ ആത്മാവിന് ആത്മശാന്തി ലഭിക്കും. അമ്മയ്ക്ക് സമാധാനിക്കാം. അമ്മേ, ചടങ്ങുകൾ കഴിഞ്ഞു.
വളരെ നന്ദിയുണ്ട് ഇളയതെ. രാജാറാം. ശരി അമ്മേ, വരൂ. രവി, നിനക്ക് എന്തു പറ്റി? ശ്രീലക്ഷ്മിയുടെ അടുത്ത് പോകാൻ പറ്റിയില്ല എന്ന വിഷമാണോ നിനക്ക്? അവരുടെ പൂജക്ക് പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റാത്തതിൽ കുറ്റബോധം തോന്നുന്നുണ്ടമ്മ. എന്തിന് കുറ്റബോധം? ഇന്ന് രാജനന്ദിനിയുടെ ആണ്ടുബലി അല്ലായിരുന്നെങ്കിൽ നിനക്ക് ശ്രീലക്ഷ്മിയുടെ പൂജയ്ക്ക് പങ്കെടുക്കായിരുന്നു. അതിനി മറക്ക്. എന്റെ മനസ്സിലിപ്പോഴും എന്തൊക്കെയോ ദുർനിമിത്തങ്ങളാ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അമ്മ ഇപ്പോഴും ആ ജോത്സ്യം പറഞ്ഞത് ആലോചിച്ച് വിഷമിക്കുകയാണെന്ന് തോന്നുന്നു. ഒന്നും നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല രവി. ശ്രീലക്ഷ്മിയുടെ വിവാഹ നിശ്ചയം നടന്നതിന് ശേഷമല്ലേ പല ദുർനിമിത്തങ്ങളും സംഭവിച്ചത്. അതത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല. എന്ന് പറഞ്ഞ ശ്രീലക്ഷ്മി കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്നാണോ അമ്മ വിശ്വസിക്കുന്നത്? എന്നാ ഞാൻ അങ്ങനല്ല. ശ്രീലക്ഷ്മി കാരണമാണ് ആ ആപത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ ഒരു തരത്തിൽ നമ്മുടെ ചിന്തയുടെ കുഴപ്പമാണമ്മ. നമ്മൾ ഏത് കാഴ്ചപ്പാടിലാണോ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഭയവും സന്തോഷവും സമാധാനവും ഒക്കെ. ഞാൻ ശ്രീലക്ഷ്മിയെ ജീവന തുല്യം കരുതുന്നു എന്ന് അമ്മയ്ക്കറിയാം. അങ്ങനെയുള്ള അവൾ വിഷമിക്കുമ്പോ എനിക്ക് എങ്ങനെയാ സമാധാനം കിട്ടുമ്മ? അമ്മ എന്താ ഒരിക്കലും അത് മാത്രം ചിന്തിക്കാത്തത്? മോനെ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ അമ്മ പ്ലീസ്, നമുക്ക് ഈ കാര്യം പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം. ഇക്കാര്യത്തിൽ അമ്മ വിധിയെ വിശ്വസിക്കുമ്പോ ഞാൻ എന്റെ പ്രണയത്തെ വിശ്വസിക്കുന്ന. ഏതായാലും അവസാനം ഏതെങ്കിലും ഒന്ന് ജയിക്കുമല്ലോ. നമുക്ക് നോക്കാം ഏതാണെന്ന്. തൽക്കാലം അമ്മ സമാധാനമായിട്ടിരിക്കും. രാജാറാം സർ. ഞാൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും നിന്റെ മനസ്സ് മാറില്ലെന്ന് എനിക്കറിയാൻ രവി. ഇനി ദൈവം മാത്രമേ ഉള്ളൂ എനിക്കൊരു വഴി കാണിച്ചു തരാൻ. മോളെ എഴുന്നേക്ക്. രവി സാർ ഇവിടെ പോയി. രവി സാറോ? അതെ, സാറല്ലേ വന്ന് നിന്റെ നെറ്റിയിൽ കുങ്കുമയിട്ട് തന്നത്. ഇത് അതിശയാണല്ലോ. ഞാനിവിടെ നിന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ സ്വപ്നം കണ്ടതാ സാർ ഇവിടെ വന്നതായിട്ട്. പക്ഷെ ഇത് ചിലപ്പോ ഞാൻ തന്നെ എന്റെ നെറുകയിൽ ഇട്ടതായിരിക്കുന്ന എന്റെ സംശയം. ആ, എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ ഓരോ നിമിത്തങ്ങളാ. രവി സാർ വന്നില്ലെങ്കിലും ആ കുങ്കുമം നിന്റെ നെറ്റിയിൽ പതിഞ്ഞല്ലോ, അത് മതി. ഇനി മോള് വാ, വന്ന് ഉപവാസം അവസാനിപ്പിച്ച ഈ ദേവി പ്രസാദം കഴിക്കേ. സോറി, നിൽപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി അമ്മ തികച്ചും ഡൗൺ ആണെന്ന്. സോറി അമ്മ. വിവാഹം മുടക്കം നടത്തുന്ന ശ്രമങ്ങളെല്ലാം ഒടുവില് ശ്രീലക്ഷ്മിക്ക് അനുകൂലമായിട്ടാ ഭവിക്കുന്നത്. ഒന്നും അങ്ങോട്ട് വർക്ക്ഔട്ട് ആവുന്നില്ല. അവരുടെ പ്രേമം സത്യമുള്ളതാണ് സാന്ദ്ര. അതുകൊണ്ട് ദൈവം പോലും ശ്രീലക്ഷ്മിക്ക് അനുകൂലമാണെന്ന് തോന്നുന്നു. അത് ശരിയാണമ്മ. പക്ഷേ രവിവർമ്മൻ സാറിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ വിവാഹം ഏത് വിധേനയും തടയേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമുക്ക് രവിവർമ്മൻ സാറിന്റെ ജീവനല്ലേ വലുത്. അപ്പോ ശ്രീലക്ഷ്മി ഈ വീട്ടിൽ മരുമകളായി വരാൻ പാടില്ല. അതിന് ഏതറ്റം വരെയും ഞാൻ ശ്രമിക്കും. അമ്മ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടായാ മതി. സപ്പോർട്ടൊക്കെയുണ്ട്. രവിയുടെ കാര്യം ആലോചിക്കുമ്പോ ഈ വിവാഹം മുടങ്ങേണ്ടത് ആവശ്യവുമാണ്. എന്നുവെച്ച് മോൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ഒടുവിൽ ശ്രീലക്ഷ്മിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അത് രവിക്കും എനിക്കും താങ്ങാൻ പറ്റില്ല മോളെ. ഈ വിവാഹം മുടങ്ങിയാലും കുട്ടികൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അതെനിക്ക് നിർബന്ധമാ. അമ്മ വിഷമിക്കണ്ട. ആർക്കും ഒന്നും സംഭവിക്കാതെ തന്നെ ഈ വിവാഹം ഞാൻ മുടക്കിത്തരാം. ആ, അതെ ശ്രീടച്ച, നമ്മുടെ പൂജയൊക്കെ നന്നായി നടന്ന സ്ഥിതിക്ക് ഇനി നമ്മൾ കൂടുതൽ ആലോചിക്കണോ?
എന്തെങ്കിലും വഴി കരിക്കൂത്തിയമ്മ തന്നെ കാണിച്ചു തരുമെന്ന് തോന്നുന്നില്ലേ നിങ്ങക്ക്? അതെങ്ങനെ പൂജ നന്നായിട്ട് നടക്കും? രവി സാറെന്ന മനുഷ്യൻ ഇവളുടെ നെറ്റിയിൽ കുങ്കുമം തൊട്ടാലേ പൂജ പൂർണ്ണമാവൂ. എന്നിട്ട് അതാണ് അവിടെ നടന്നത് അല്ലല്ലോ? അയ്യോ എന്റെ ഭഗവാനേ, നമ്മള് വന്നപ്പോ മോളുടെ നെറ്റിയിൽ കുങ്കുമം തൊട്ടിനെ നിങ്ങൾ കണ്ടതല്ലേ? പിന്നെന്താ നിങ്ങക്ക് ഇപ്പൊ ഒരു സംശയം? ബെസ്റ്റ്. അവളവിടെ ഇരുന്ന് ഉറങ്ങിയപ്പോ രവിവർമ്മൻ സാറ് സ്വപ്ന വിമാനത്തിൽ വന്ന് നെറ്റിയിൽ കുങ്കുമൊട്ടിട്ട് തിരിച്ചുപോയി. നീ അപ്പാടെ അതങ്ങ് വിശ്വസിച്ചു. അമ്പലമായതുകൊണ്ടാണ് ഞാൻ അപ്പൊന്നും ഇടാതിരുന്നത്. അത് കൊള്ളാം. നിങ്ങൾക്കത് രവിവർമ്മൻ സാർ ഇട്ടുകൊടുത്താണെന്ന് വിശ്വാസം വന്നില്ലെങ്കിൽ അപ്പ പറയാത്ത എന്താ? സാറ് വന്നപ്പോ നമുക്കൊന്നുകൂടി ഇടിക്കായിരുന്നല്ലോ. എന്തിന്? എടി, അവരുടെ സ്വന്തം കാര്യത്തിന് പോലും സമയത്തിന് എത്താൻ കഴിയാത്ത ഒരാൾക്ക് വേണ്ടി വീണ്ടും നമ്മൾ മെനക്കെടണോ? ഹലോ, ഇവിടെ എന്താണ് മാഡം പരിപാടി? മുഖം കണ്ടിട്ട് നന്നായിട്ട് ഞെട്ടിയിട്ടുണ്ടല്ലോ. വേർപ്പം കുടിഞ്ഞു തുടങ്ങി. അത് ഞാൻ പറഞ്ഞോളൂ. അത് ഞാൻ അത് പിന്നെ ഏത് പിന്നെ? അതെ, അധികം ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ പറയാൻ കാര്യം എന്താണെന്ന്. താഴെ അവര് സംസാരിക്കുന്നത് മാഡം ഇവിടെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നു. ഏയ്, അങ്ങനെയൊന്നുമല്ല. അത് എന്റെ റിങ് ഇവിടെ എവിടെ ഊരി വീണു. ഞാനത് താഴെ ഉണ്ടോന്ന് നോക്കുമായിരുന്നു. ആണോ? അതിന് ഇവിടെ നിന്നാൽ എങ്ങനെയാ? റിങ് സ്റ്റെപ്പിലൂടെ താഴോട്ട് ഉരുണ്ടുപോയി കാണും. വാ, താഴെ പോയി നോക്കാം. വാ, ഇറങ്ങ. വേണ്ട മാഡം, അത് ഞാൻ പിന്നീട് നോക്കിക്കോളാം. ഇതൊരു ചെറിയ റിങ്ങാ. ഓ, ഐ സീ. രണ്ടാളും എന്താ ഇവിടെ വഴിയിൽ ബ്ലോക്കായി നിൽക്കുന്നേ? ഒന്ന് നടന്നേ, നമുക്ക് ചേട്ടായി കാണാം. ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. ചിലപ്പോ രേഖ മാഡം എന്നെ അങ്ങോട്ടേക്ക് വിളിക്കും. അതാപത്താ. അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്യാൻ പാടില്ലാത്ത വലിയൊരു തെറ്റാണ് ചെയ്തത്. അമ്മയുടെ ഈ മകന്റെയും മകൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെയും വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി പെൺകുട്ടിയുടെ ജാതകത്തിൽ ഞാൻ ജനന സമയം തിരുത്തി. ഞാനൊരു കാര്യം മുടക്കണമെന്ന് മനസ്സിൽ കോറിയിട്ടിട്ടുണ്ടെങ്കിൽ അത് മുടക്കും രാജാറാം സാർ. അതിലൊരു സംശയവും വേണ്ട. മറ്റാരെക്കാളും എന്നെ അറിയാവുന്ന സാറ് ഇനിയെങ്കിലും അത് വിശ്വസിക്കണം. ഇനി മറ്റൊരു പഴഞ്ചൊല്ല് ഞാൻ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുക എന്ന് സാറ് കേട്ടിട്ടുണ്ടാവും. ആ പരിപാടി ഇങ്ങോട്ട് വേണ്ട രാജാറാം സാർ, പ്ലീസ്. ഓക്കെ, മാഡത്തിന് എനിക്ക് വിശ്വാസമാണ്. പിന്നെ ഈ പറഞ്ഞ 5 ഡയലോഗുകളൊക്കെ കൊള്ളാം. പക്ഷേ ഇവിടിപ്പോ എല്ലാം കലങ്ങി തെളിഞ്ഞ സ്ഥിതിക്ക് ഇനി ജെറ്റ് വേഗത്തിലായിരിക്കും വിവാഹ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. അതിനിടയിൽ കിട്ടുന്ന വളരെ കുറച്ച് സമയത്തിനുള്ളിൽ എന്ത് വഴി വേണമെങ്കിലും മാഡത്തിന് ആലോചിക്കാം ഇത് മുടക്കാൻ. അതൊന്നും നടക്കാതിരിക്കാൻ ഞാനും ശ്രമിക്കും. അത്രേ ഉള്ളൂ. പിന്നെ ജോൾസിന്റെ കാര്യം ഞാൻ ആദ്യം ചോദിച്ചപ്പോ മാഡത്തിന്റെ മുഖത്തുണ്ടായ ഈ ഭാവമാറ്റത്തിന് മറ്റൊരർത്ഥമുണ്ടെന്ന് എനിക്ക് മനസ്സിലായാൽ പിന്നെ ഞാൻ മാഡത്തിനോട് സംസാരിക്കുന്ന രീതി ഇതാവില്ല. ജസ്റ്റ് മൈൻഡ് ഇറ്റ് പ്ലീസ്. ഓ, ഇനിയിപ്പൊ ഇങ്ങേര് ഹീറോ കളിക്കുന്നതായിരിക്കും.
Who cares? ആ ജോത്സ്യം വന്ന് സത്യം വിളിച്ചുകൂവിയ സ്ഥിതിക്ക് ഇനി അതിൽ പിടിച്ചു തൂങ്ങിയിട്ട് കാര്യമില്ല. പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. ഇത്രയും നാളും പിടിക്കപ്പെട്ട ഗായത്രിയമ്മയുടെ തലയെ കൊണ്ട് വെക്കാമായിരുന്നു. ഇനി അത് പറ്റില്ല. എന്തൊക്കെ നടന്നാലും ശരി, രവിവർമ്മൻ ശ്രീലക്ഷ്മി വിവാഹം മണ്ഡപത്തിലെത്താൻ പാടില്ല. അതിനെന്റെ ജീവൻ ബലി കൊടുത്തിട്ടായാലും മുടക്കും ഞാൻ. തടുക്കാൻ രാജാറാം രണ്ടാമത് ജനിച്ചു വരേണ്ടി വരും. അത്ര തന്നെ. അപ്പോ ആ പെൺകൊച്ചിനെ വിവാഹം കഴിച്ചാൽ രവിക്ക് ജീവഹാനി സംഭവിക്കുമെന്ന് പറഞ്ഞത് വ്യാജ വാർത്തയായിരുന്നു. അതെ ജിഡി. ബാഡ് ലക്ക്. കാര്യങ്ങളൊക്കെ എനിക്ക് അനുകൂലമായി വന്നു തുടങ്ങിയെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇതിപ്പോ എല്ലാം രവിക്ക് അനുകൂലമായി വരികയാണ്. വീണ്ടും തോൽക്കേണ്ടി വരുമെന്നർത്ഥം. ഈ ജാതകം തിരുത്തിയതിന് പിന്നിൽ ജിഡിയാണ് അവർക്ക് സംശയം. നമ്മൾ പക്ഷേ ഇത് അറിഞ്ഞ കാര്യമല്ല. അതങ്ങനെ വരൂ. രവിക്കെതിരെ ആര് കരുക്കൾ നീക്കിയാലും ആദ്യത്തെ സംശയം എന്റെ നേർക്കാണ്. ഞാനാണല്ലോ അവന്റെ ശത്രു നമ്പർ 1. സാരമില്ല. പക്ഷെ ഈ വിവാഹം നടക്കാതിരിക്കാൻ വേറെ ആരോ പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അതാരാണെന്ന് ഉടനെ കണ്ടുപിടിക്കണം. ശത്രുവിന്റെ ശത്രു മിത്രമാണെന്ന് കേട്ടിട്ടില്ലേ? ആളെ കണ്ടെത്തിയാലേ നമുക്ക് അവനുമായി കൈകോർത്ത് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോഴാണ് നമ്മുടെ ജോലി ഈസിയാകുന്നത്. ശരി ജിഡി, ഞാൻ നാളെ തന്നെ അന്വേഷിച്ചു തുടങ്ങാം. ആ പെൺകൊച്ചുമായിട്ടുള്ള വിവാഹം നടന്നാൽ രവിയുടെ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് വീഴുമെന്ന് ഞാൻ സ്വപ്നം കണ്ടു. അതുപക്ഷെ വ്യർത്ഥമായിപ്പോയി. അതുകൊണ്ട് ഇനി ആ വിവാഹം നടക്കാൻ പാടില്ല. അതേതു വിധേനയും തടയണം നമുക്ക്. നമ്മൾ നിശ്ചയ ദിവസം അയച്ചു കൊടുത്ത കൊറിയർ അവർ കണ്ടിരിക്കാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. ജീവിതത്തിന്റെ ഒരു വിഷമഘട്ടം ഒഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് വിശ്വസിക്കാം. അതെ. പരീക്ഷണങ്ങളാൽ പലപ്പോഴും തകർന്ന അവസ്ഥയിൽ ദുശ്ചിന്തകൾ നിറഞ്ഞ മനസ്സോടെയായിരുന്നു ഞാൻ ജീവിച്ചത്. ഒരമ്മയുടെ കടമ ചെയ്യുമ്പോ പലരെയും വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അതേ കടമയിൽ എത്രയും പെട്ടെന്ന് രവിയെയും ശ്രീലക്ഷ്മിയും ഒരുമിപ്പിക്കണം. അതാണ് ഇനി ചെയ്യാൻ ബാക്കി. അറിഞ്ഞോ അറിയാതെയോ അതിന് തടസ്സമായി മുമ്പ് ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവരെ കൂട്ടിച്ചേർക്കുന്നതോടെ ആ ശാപം എന്നെ വിട്ടുപൊയ്ക്കോളൂ എന്നുറപ്പാ. ശരിയാ. ആരൊക്കെ എന്തൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിച്ചു, അതിൽ നിന്നെല്ലാം ഇപ്പൊ കരകയറിയില്ലേ? രവിക്കുഞ്ഞും ശ്രീലക്ഷ്മിയും ഒരുമിക്കണം എന്നുള്ളത് ദൈവനിശ്ചയമാണെന്ന് എനിക്കും ഇപ്പൊ തോന്നുന്നു. സത്യം. ഇനി നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. എല്ലാം ഭംഗിയായിട്ട് നടക്കും. എനിക്ക് ഉറപ്പാ. ദൈവങ്ങളെ, ഗായത്രിയമ്മയുടെ മുഖത്ത് ഇപ്പോഴുള്ള ഈ സന്തോഷത്തിന് ഒരിക്കലും മങ്ങലേൽപ്പിക്കരുത്. അപേക്ഷയാണ്.
രഘു ഇതൊക്കെ? എങ്ങനെയുണ്ട് എന്റെ എൻട്രി? എന്ത് എൻട്രി? അപ്പൊ മനസ്സിലായില്ലേ രേഖയ്ക്ക്? ചേട്ടായി കുതിരപ്പുറത്ത് വരുന്നു, ശ്രീലക്ഷ്മിയുടെ കഴുത്തിൽ ഹാരമിടുന്നു, കല്യാണം മംഗളം ശുഭം. എങ്ങനെയുണ്ട് കോൺസെപ്റ്റ്? സൂപ്പർ അല്ലേ? കുതിരപ്പുറത്തോ? ഏയ് അതൊന്നും വേണ്ട രഘു, വെറുതെ ഓവറാക്കരുത്. ഓവർ ആകട്ടെ എന്ന്. രവിചന്ദ്രവർമ്മന്റെ കല്യാണം കുറച്ച് ഓവറായാലും കുഴപ്പമൊന്നുമില്ല. ഏതിനും കുതിര നിർബന്ധമായിട്ട് വേണം. തലപ്പാവൊക്കെ വെച്ച് ചേട്ടായി കുതിരപ്പുറത്ത് വരുന്നത് കാണാൻ നല്ല രസമായിരിക്കും. ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് രഘു സർ, നമുക്കങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. പക്ഷേ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വേണം സന്ദ്ര, അത് നിർബന്ധമാണ്. നടക്കാത്ത കല്യാണം വെറൈറ്റി ആക്കാൻ നടക്കുന്നു മണ്ടൻ. ഒന്നും നടക്കില്ല ആശാനെ. ഈ കല്യാണം സ്വാഹയാക്കും ഈ സാൻഡ്ര, നോക്കിക്കോ. അമ്മ ഒന്നല്ലോ. അമ്മേ, അമ്മയ്ക്ക് ചേട്ടായി വിവാഹത്തിന് കുതിരപ്പുറത്ത് വരുന്നതാണോ പല്ലക്ക് വരുന്നതാണോ ഇഷ്ടം? ഒരു വെറൈറ്റി ആയിട്ട്. വെറൈറ്റി അറേഞ്ച്മെന്റ്സും ഒക്കെ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കല്ലേ. നാട്ടുകാരെ കൊണ്ട് അയ്യെന്ന് പറയിപ്പിക്കാതെ എന്തും നിങ്ങൾക്ക് ചെയ്യാം. എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ആ പിന്നെ ഞാൻ വന്നത് നിങ്ങൾ രണ്ടാളോട് ഒരു കാര്യം പറയാനാ. വിവാഹ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കാൻ നാളെ ശ്രീലക്ഷ്മിയുടെ വീടിന് മുമ്പിലുള്ള പ്രതിഷ്ഠയിൽ പൂജയാണെന്ന് സരോജൻ വിളിച്ചു പറഞ്ഞു. അതിൽ പങ്കെടുക്കാൻ ഇവിടുന്ന് എല്ലാരും ചെല്ലാനാ പറഞ്ഞത്. പക്ഷേ ഞാനും ബാലമ്മയും നാളെ ഒരിടം വരെ പോകുന്നു. അതുകൊണ്ട് രവിയോടൊപ്പം രഘുവും രേഖയും വേണം പോകാൻ. അയ്യോ, നാളെയോ? അതിപ്പോ രഘു പോവും മാത്രല്ലോ. നാളെ എനിക്ക് ക്ലബില് കുറച്ച് ആവശ്യങ്ങളുള്ളതാ, കല്യാണമായിട്ട് ബന്ധപ്പെട്ട് തന്നെ. പിന്നെ അവരെയൊക്കെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യും വേണം. ബട്ട് രേഖ, താനില്ലാതെ ഞാൻ എങ്ങനെ പോവാനാണ്? വാവ്, ഈ സെറ്റപ്പ് ഒക്കെ കൊള്ളാലോ. ചേട്ടായി, ഈ പൂജയ്ക്ക് പായസമൊക്കെ ഉണ്ടാവും? എനിക്കറിയില്ല. ഓ അത് ശരി. അപ്പൊ പായസം കൊതിച്ചിട്ടാണല്ലേ രഘു സാർ പൂജയ്ക്ക് വരുന്നത്? അങ്ങനെയാണെങ്കിൽ വീട്ടിൽ പറഞ്ഞ അമ്മ ഉണ്ടാക്കി തരുമായിരുന്നല്ലോ. ദാറ്റ്സ് കറക്റ്റ്. പക്ഷേ ഈ അമ്പലത്തിൽ പൂജിച്ചു കിട്ടുന്ന പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റും മണവാ. അത് സാന്ദ്ര കഴിച്ചാലേ മനസ്സിലാവും. മോളെ, ദേ രവി സാറൊക്കെ വന്നു. വാ. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം രഘു സർ. ഗുഡ് മോർണിംഗ്. നമസ്കാരം മാഡം. നമസ്കാരം സരോജാമേ. മാഡം വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങള്. സാന്ദ്രക്കല്ലേ ഈ വിവാഹത്തിന്റെ ഓവറോൾ മേൽനോട്ടം. അതുകൊണ്ട് ഈ വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും സാന്ദ്ര ഉണ്ടാവും. അല്ലേ മേഡം സാന്ദ്ര? യെസ് സർ. അല്ല, ശ്രീലക്ഷ്മിയുടെ അച്ഛൻ അങ്ങാൻ പോയിരിക്ക, ഇപ്പൊ വരും. ഓ മോളെ, നീ ഇവരെ വിളിച്ചോണ്ട് ചായ എടുത്തു കൊടുക്ക്. എനിക്ക് അല്പം കൂടി പണിയുണ്ട് സാറേ, ഇപ്പൊ വരാം. ഓ അകത്തേക്ക് ഇരിക്കാം എല്ലാവർക്കും. മോളെ ചെല്ല്. വരൂ സർ. വരൂ മാഡം. ബാക്കിയെല്ലാം ചെയ്യാം. വരൂ സർ. സർ ഇരിക്കും. ഇരിക്കും. ഞാനിപ്പോ ചായ കൊണ്ടുവരാം. ഒരു മിനിറ്റ്. ഞാൻ ചേട്ടായോട് പറഞ്ഞില്ലേ പൂജ തുടങ്ങിക്കാണില്ലാന്ന്. അപ്പൊ ചേട്ടായിക്കായിരുന്നു ധൃതി മുഴുവൻ. അല്പം നേരത്തെ എത്തിയെന്ന് വെച്ച് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. നേരത്തെ എത്തിയതിന് നിനക്ക് കുറച്ച് പായസം കൂടുതൽ തരാൻ ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞേക്കാം. എന്താ അതുപോലെ?
കഴിക്ക് സാന്ദ്ര. സരോജമ്മ സ്പെഷ്യൽ. നോ സർ, താങ്ക്സ്. സർ സോറി, അതിൽ എണ്ണ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ കൊളസ്ട്രോൾ പിടിച്ചോട്ടെ എന്ന് അല്ലേ? കൊള്ളാം. പഴംപൊഴി ഏതായാലും പച്ചവെള്ളത്തിൽ പൊഴിക്കാൻ പറ്റില്ലല്ലോ. ഈ എണ്ണയൊക്കെ സൂപ്പർ അല്ലേ? ചേട്ടായുടെ കാര്യം പോക്കാം. ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിലേ വിവാഹം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. കഷ്ടായിരിക്കുന്നു കിന്നരിച്ചിട്ട്. Excuse me. പഴംപൊരിയാണോ? മൈൻഡ് യുവർ വാച്ച്. രവിവർമ്മൻ സാറിന്റെ കൈ കിടക്കുന്ന വാച്ചിന് ഈ കോളനി മുഴുവൻ വിലയ്ക്ക് വാങ്ങാനുള്ള വാല്യൂ ഉണ്ട്. ഇനി എന്തിനാണോ സാറിന് പൂജാരിയുടെ വാച്ച്? ഇഡിയറ്റ്. സോറി മാഡം, പെട്ടെന്ന് മനസ്സിൽ വന്നതങ്ങ് പറഞ്ഞു പോയതാ. ഇനി ഇതുപോലത്തെ മണ്ടത്തരം പറഞ്ഞോ എന്റെ കാലിൽ കിടക്കുന്ന ചെരിപ്പൂരി അടിക്കും ഞാൻ. ഓടോ തന്റെ പാട്ടിന്. വണ്ടി എടുക്കും. എന്റെ അമ്മേ, എല്ലുപോലെ ഇരിക്കുന്നെങ്കിലും എന്തൊരു പവറാവണ്ട അടിക്കും. ഹലോ, നമസ്കാരം സുദർശനൻ ചേട്ടാ. പൂജയും ചടങ്ങും ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലല്ലോ. നിങ്ങളാരാ മനസ്സിലായില്ല എനിക്ക്. ചേട്ടന്റെ ഒരു അഭ്യുദയകാംക്ഷി എന്ന് കരുതിയാൽ മതി. നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമില്ല. അഭ്യുദയകാംക്ഷി എന്ന് പറഞ്ഞാ നിങ്ങൾ ആരാണെന്ന് തെളിച്ചു പറയും മിസ്റ്റർ. നിങ്ങൾക്ക് എന്താ വേണ്ടത് ഇപ്പോ? ഇങ്ങനെ ടെൻഷൻ ആകാതെ ചേട്ടാ, ഒരു അച്ഛന്റെ കണ്ണീര് കാണാതിരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഓരോ അച്ഛന്റെയും സന്തോഷമെന്ന് പറയുന്നത് തന്റെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. സുദർശനൻ ചേട്ടനും മറിച്ചൊരഭിപ്രായമില്ലല്ലോ. എന്ന് പറഞ്ഞാ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്താ നമ്മൾ തമ്മിലുള്ള ബന്ധം? ആദ്യം അത് പറ. അയ്യോ, അതൊക്കെ പിന്നീട് സംസാരിക്കാൻ ചേട്ടാ.
ഞാൻ ഇപ്പൊ വിളിച്ചത് ആ രവിവർമ്മനുമായുള്ള ചേട്ടന്റെ മകളുടെ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി സഹായിക്കാൻ കൂടെയാണ്. എന്ത് സഹായം? ആ വിവാഹം മുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ആ ചെറിയ ജോത്സ്യവും പരിപാടിയൊക്കെ കയ്യിലുണ്ടെന്ന് കരുതിക്കോളൂ. എനിക്കങ്ങനെ ചേട്ടന്റെ കുറേ കാര്യങ്ങൾ അറിയാന്ന് വെച്ചോളൂ. എന്ത് കാര്യങ്ങൾ? കുറേ കാര്യങ്ങൾ. ഈ രവിവർമ്മൻ ഇതിനു മുൻപും വിവാഹം കഴിച്ചതാണെന്നും ആ പെൺകുട്ടിയുടെ പേര് രാജനന്ദിനിയാണെന്നും ആ പെൺകുട്ടി മരണപ്പെട്ടു പോയതാണെന്നും ചേട്ടൻ അറിയാമല്ലോ. പക്ഷേ ശരിക്കും അറിയേണ്ട കാര്യം ചേട്ടൻ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം. ആ രാജനന്ദിനി മരിച്ചതല്ല, കൊന്നതാ ഈ രവിചന്ദ്രവർമ്മൻ തന്നെ. കൊന്നോ? നിങ്ങൾ എന്തായി പറയുന്നത്? പച്ച പരമാർത്ഥം. ചേട്ടൻ ഞെട്ടിയെന്ന് എനിക്കറിയാം, പക്ഷേ അതാണ് സത്യം. ഇല്ല, എനിക്കത് വിശ്വസിക്കാനാവില്ല. അദ്ദേഹം മനുഷ്യനെ കൊല്ലാൻ തക്ക ക്രൂരനാണെന്ന് വിശ്വസിക്കില്ല ഞാൻ. അതാണ് കാര്യം, വിശ്വാസം. ആ വാക്കുപയോഗിച്ച അവൻ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, ചേട്ടനെ. പാവം, നമ്മുടെ രാജനന്ദിനിയും അങ്ങനെ തന്നെയാ വിശ്വസിച്ചിരുന്നത്. ആ വിശ്വാസം മറയാക്കി ആ ദുഷ്ടൻ രാജനന്ദിനിയെ കൊന്നുകളഞ്ഞു. എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ രവി സാറിനെ. അതെ അച്ഛാ, സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതുവരെ. ഞാൻ സാറിനെ പരിചയപ്പെട്ട സമയത്ത് കണ്ട അതേ സത്യസന്ധത ഇപ്പോഴും സാറിന്റെ മുഖത്ത് കാണുന്നുണ്ട് ഞാൻ. തെറ്റ് ചെയ്ത ഒരാളിന്റെ കുറ്റബോധം ആ മുഖത്തില്ല. എനിക്കത് മാത്രം മതി, അത് മാത്രം മതി എനിക്ക്. എന്റെ ഭഗവാന്, ഇവിടെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? മോളെ, നീയാളുടെ കെണിയിൽ വീണുപോയതാ. നീ അച്ഛന്റെ മുഖത്തൊന്ന് നോക്ക്. ഈ അച്ഛൻ പറയുന്നത് മോളുടെ നല്ലതിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്ക്. ഈ വിവാഹം ചതിയാ. നിനക്കെന്തെങ്കിലും പറ്റിയാ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്റെ മോളെന്നെ വിശ്വസിക്ക്. അച്ഛൻ എന്നെ അറിയില്ലേ? അച്ഛന്റെ ഈ മോള് തെറ്റായ തീരുമാനങ്ങൾ എടുക്കോ? പ്ലീസ് അച്ഛൻ എന്നെയാ വിശ്വസിക്കാൻ. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നിന്റെ അച്ഛന്റെ വാക്കുകൾ നീ വിശ്വസിക്കുന്നില്ല. ശരി, എന്നാൽ ഇനി എനിക്ക് എന്റെ ഉത്തരവാദിത്വവും അവകാശവും കാണിച്ചു പറ്റൂ. ദാ ഇപ്പോ ഇവിടെ നിൽക്കുന്ന സകല മനുഷ്യരെയും സാക്ഷി നിർത്തി ഞാൻ പറയാണ്, ഈ വിവാഹം നടക്കില്ല, 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 നടക്കില്ല. ശ്രീടച്ചാ, ഇനിയും നിനക്ക് ഇയാളുടെ കൂടെ ജീവിക്കണമെങ്കിൽ, ഈ അച്ഛൻ പറയുന്ന വാക്കുകൾ ധിക്കരിക്കാനാണ് ഭാവമെങ്കിൽ, ഈ അച്ഛന്റെയും അമ്മയുടെയും ചിത കത്തിച്ചിട്ട് നിനക്ക് മണ്ഡപത്തിൽ കയറാൻ പറ്റൂ. അയ്യോ ശ്രീടച്ച, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇതിൽ കൂടുതൽ എന്തുദ്ദേശമാണ് ഞാൻ പറയേണ്ടത് സരോജം? നിങ്ങൾ രണ്ടാളുമാണ് എന്റെ ജീവിതം. ഓളിതാ ഇപ്പൊ പോവാണെന്ന് മനസ്സിലായി. എന്റെ മരണത്തിൽ എനിക്ക് തുണയായി നീ ഉണ്ടാകുമെന്ന് മാത്രമേ എനിക്കറിയാനുള്ളൂ. അച്ഛാ പ്ലീസ്, അച്ഛാ പ്ലീസ്.
അച്ഛന് ഞാൻ എന്ത് പറഞ്ഞാലും മനസ്സിലാവാത്തതാ. അച്ഛൻ എന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കാരണം സാറിനോടൊപ്പം ജീവിക്കാൻ അച്ഛൻ എന്നെ അനുവദിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇതിന് ഇനിയൊരു പരിഹാരമേ ഉള്ളൂ. ഞാനത് ചെയ്യാൻ പോവാ. സാറിനോട് ക്ഷമിക്കണം. ഈ ജീവിതം മുഴുവൻ സാറിനോടൊപ്പം ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ എനിക്കതിനുള്ള ഭാഗ്യമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഐ എം സോറി സർ. സാറിനോട് ക്ഷമിക്കണം. മാപ്പ്. ശ്രീലക്ഷ്മി, എന്തേതൊക്കെ? ഈ ജന്മം സാറിനോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സാർ എന്നും എന്റെ മനസ്സിലുണ്ടാവും, എന്റെ മരണം വരെ. ശ്രീലക്ഷ്മി, 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 വരട്ടെ, കണ്ടുപിടിക്കാൻ നമുക്ക്. ആ, നാളെ ശ്രീലക്ഷ്മിയും ശ്രീലക്ഷ്മിയുടെ അച്ഛനും അമ്മയും ഈ വീട്ടിലേക്ക് വരും. സരോജം ഈ വീട്ടിലേക്ക് ആദ്യമായിട്ടാ വരുന്നത്. മോള് വേണം കാര്യങ്ങളൊക്കെ നന്നായി നോക്കാൻ. ശരിയമ്മ, ഞാൻ നോക്കാം. അമ്മ പൊയ്ക്കോളൂ. ഇനിയിപ്പൊ അവള് പോയിട്ട് അവളുടെ അച്ഛനെയും അമ്മയും കൂടി ഞാൻ സൽക്കരിക്കണം പോലും. വരട്ടെ ഇങ്ങോട്ട്. വിഷം കൊടുത്ത് കൊല്ലും ഞാൻ എല്ലാത്തിനെയും. ബ്ലഡി ഇഡിയറ്റ്സ്. ഇതൊരു കാളകൂട വിഷം പോലെയാണല്ലോ ഇരിക്കുന്നത്. വിഴുങ്ങാനും വയ്യ, തുപ്പാനും വയ്യാത്ത അവസ്ഥ. ഏതായാലും പൂജയും ആൾക്കൂട്ടൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ഇത് സരോജത്തെ മോളെയും കാണിക്കണം. ഇത്രയും വലിയൊരു തെളിവ് കണ്ട ആരാ വിശ്വസിക്കാത്തത്? അപ്പോൾ അവരും വിശ്വസിക്കും. അതോടെ മോളുടെ മനസ്സ് മാറി മോള് തന്നെ വിവാഹം വേണ്ടെന്ന് വെക്കുമെന്ന് ഉറപ്പാ. അപ്പോഴേ എനിക്ക് മനസ്സമാധാനം ലഭിക്കൂ. പക്ഷെ മോളിത് വിശ്വസിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതും ഒരു പ്രശ്നമാണല്ലോ. അപ്പൊ ആ കാര്യം കഴിഞ്ഞു. സത്യം പറഞ്ഞ ഇപ്പൊ എന്തൊരു മനസമാധാനാന്നറിയോ ശ്രീടച്ചന്? പ്രത്യേകിച്ചും രവിസാറും അനിയനും സാന്ദ്രമാടും കൂടെ വന്നപ്പോ പ്രത്യേക ഐശ്വര്യായിരുന്നു. അല്ല ശ്രീടച്ചന് ഇതെന്തോന്നിരിപ്പോ ഒരു അന്തവും കുന്തവും ഇല്ലാതെ? ആ ദീപു ആ പൂജയ്ക്ക് കൊണ്ടുപോയ സാധനങ്ങൾ തിരികെ എടുത്തു വെക്കാൻ സഹായിച്ചത്. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്നോ ഒന്നും ചെയ്യാതെ, കേട്ടോ? സരോജം, നീ ഒരു ഗ്ലാസ് ചായ എടുക്ക്. ഇപ്പൊ ചായയോ? നിങ്ങൾക്കല്ലേ മനുഷ്യ ഞാൻ കുറച്ചു മുമ്പ് പൂജ നടത്തിയ പായസം തന്നത്? അന്നേരം മടുമടാന്ന് കുറെ വെള്ളം കുടിച്ചല്ലോ. പിന്നെന്തിനാ ഈ പാനവസരത്തിലൊരു ചായ കൂടി? നിനക്ക് പറഞ്ഞനുസരിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഞാൻ പോയിട്ടോളാം ചായ. ആ, ഇനി അതിന്റെ പേരിൽ എന്നെ തിന്നാൻ വരണ്ട, ഞാൻ തന്നെ ഇട്ടോളാം.
എന്നാലും ഇതൊരുമാതിരി കടുപ്പം തന്നെ. എന്ന് മാറാൻ പോകുന്ന എന്താ ഈ മനുഷ്യന്റെ സ്വഭാവം? എന്താ പ്രശ്നമുണ്ടെന്ന് തോന്നല്ലോ. ഇല്ലെങ്കിൽ ഇങ്ങേരിങ്ങനെ കുറുകി ഇരിക്കില്ലല്ലോ. ഇനിയിപ്പൊ എന്താണെങ്കിലും അതങ്ങ് തുറന്നു പറഞ്ഞാലല്ലേ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവൂ. അതിങ്ങേർക്ക് ഇപ്പോഴും ഭയങ്കര മടിയാണല്ലോ. സരോജത്തെ ഇത് കാണിച്ച കുറെ നെഞ്ചത്തടിയും നിലവിളിയോ അല്ലാതെ ഒന്നും നടക്കില്ല. തൽക്കാലം ഇത് മോളെ തന്നെ കാണിച്ചാലോ. മോളെ പക്ഷെ മോളോട് ഇതിപ്പോ പറഞ്ഞാൽ ശരിയാവോ? പെൺകുട്ടികളുടെ മനസ്സിൽ ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ലോകം ഇടിഞ്ഞു വീഴാൻ പോകുന്നെന്ന് പറഞ്ഞാലും അവരുടെ മനസ്സ് മാറ്റാൻ കഴിയില്ല. ഇപ്പൊ ഇതിനെ കുറിച്ച് മിണ്ടാതിരിക്കണം നല്ലതെന്ന് തോന്നുന്നു. എന്താ വിളിച്ചത്? ഏയ് ഒന്നുമില്ല, മോള് മുറിയിലുണ്ടോന്നറിയാൻ വേണ്ടി വിളിച്ചതാ. ആ പൂജ. ഞങ്ങൾ ടൗൺ വരെ പോവാണേ. വരാൻ ചിലപ്പോ താമസിക്കുവേ. കഥ അടച്ചേക്ക്. ഇപ്പൊ തന്നെ നേരെ സന്ധ്യയായി. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. നമസ്കാരം ഈശ്വരൻ. കുഞ്ഞ് ഈ വഴിക്കാണ് വരുന്നതെന്ന് ഈശ്വരിയമ്മയ്ക്ക് അറിയാമായിരുന്നു. തടസ്സങ്ങളൊക്കെ മാറി എന്ന് വിചാരിക്കുന്ന നിന്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാന് ഞാൻ നിന്റെ വഴി തടഞ്ഞ് ഇവിടെ നിന്നതും. എന്താണ് ഈശ്വരിയമ്മ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പറയാം. ഒരു വിവാഹം നടക്കാനിരിക്കുമ്പോൾ തടസ്സങ്ങളും കഷ്ടങ്ങളും പ്രശ്നങ്ങളുമെല്ലാം സാധാരണമാണ്. പക്ഷേ നീ നേരിടാൻ പോകുന്നത് ഒരു അഗ്നിപരീക്ഷയാണ് എന്ന് ഞാൻ പറയും. ഏതായാലും സർവശക്തയായ ദേവി നിന്റെ കൂടെയുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിലും ദേവി നിനക്ക് ചോദിക്കാതെ തന്നെ എല്ലാ ഐശ്വര്യങ്ങളും തരുന്നതല്ലേ. സ്വന്തം ഭൂതകാലം നോക്കിയാൽ നിനക്ക് തന്നെ അത് ബോധ്യമാകും. പിന്നെ മുൻപിൽ തടസ്സങ്ങൾ ഉണ്ടായാൽ അതിനെ ഏതു വിധേനയും പോരാടി തരണം ചെയ്ത് ലക്ഷ്യസ്ഥാനത്ത് നീ എത്തുമെന്നും എനിക്കറിയാം. പക്ഷേ ഒന്നിനെയും നാം ലാഘവത്തോടെ കാണാൻ പാടില്ല.
പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടാകും. മനസ്സിൽ ധൈര്യവും ചുവടുകളിൽ വേഗവുമായി നീ എത്താൻ പോകുന്നത് നിന്റെ തന്നെ പഴയ കടങ്ങൾ വീട്ടാനാണ് എന്ന് വേണം നീ മനസ്സിലാക്കാൻ. അതിനുശേഷമുള്ള നിന്റെ ഭാവി തീരുമാനിക്കുന്നതും ദേവി തന്നെ ആയിരിക്കും എന്ന് നീ തിരിച്ചറിയുക. വഴി തടഞ്ഞു നിർത്തി ഈശ്വരിയമ്മ എന്താണ് ഈ വേദാന്തം പറയുന്നതെന്ന് നീ ചിന്തിക്കരുത്. നിനക്ക് ശരിയായ വഴി കാണിച്ചു തരാന് ഞാൻ ഈ വഴി തടഞ്ഞു വന്ന് നിന്നതും. അമ്മേ മഹാമായി, അവസാനിച്ചു എന്ന് നീ കരുതിയ ചില ഓർമ്മകൾക്ക് പുതിയ രൂപം ലഭിക്കാൻ പോകുന്നു. ഇപ്പോൾ നീ താലി ചാർത്താൻ തീരുമാനിച്ചിരിക്കുന്ന പെൺകുട്ടിയാണ് നിന്റെ ജീവിതത്തിൽ നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സന്തോഷവും ഐശ്വര്യവും തരാൻ പോകുന്നത്. താലി ചാർത്തിയവളെ സ്വന്തമാക്കുന്ന ആ നിമിഷം വരെയുള്ള പരീക്ഷണങ്ങൾ നീ ഉദ്ദേശിക്കുന്നതിനും അപ്പുറമാണെന്ന് മാത്രം ആത്യന്തികമായി മനസ്സിലാക്കുക. എന്നിരിക്കലും എന്ത് എവിടെ എത്തണമെന്നും ആരാർക്ക് ചേരണമെന്നും തീരുമാനിക്കുന്ന അത് രഘുസാറിന്റെയും രേഖാ മാഡത്തിന്റെ റൂമാണ്. ആണോ? അവരകത്തുണ്ടോ രാജാവ് സാറേ? ഇല്ല, പുറത്ത് പർച്ചേസിന് പോയിരിക്കുക. ഇപ്പൊ വരും. നിങ്ങൾ വരും. രാജാറാം സാർ, അതാരുടെ മുറിയാണ് രാജാറാം സാർ? അത് രവിസാറിന്റെ പേഴ്സണൽ റൂമാണ്. ആ റൂമിൽ സാധാരണ രവിസാർ മാത്രമേ കയറാറുള്ളൂ. അയ്യോ ആണല്ലേ? ശരിയായിരിക്കും. രവി സാറൊക്കെ വലിയ വലിയ തിരക്കുള്ള ആളല്ലേ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്കിരുന്ന് വിശ്രമിക്കണമെന്നൊക്കെ തോന്നും. അപ്പൊ ആ മുറിയിൽ വേറെ ആരും ഇതുവരെ കയറിയിട്ടില്ലേ? പറഞ്ഞില്ലേ സുദർശൻ ചേട്ടാ, അത് രവിവർമ്മൻ സാറിന്റെ മാത്രം മുറിയ. അതിനകത്ത് ഒരുപാട് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് എപ്പോഴും ഇത് ലോക്ക് ചെയ്തിരിക്കും. ആ കറക്റ്റാ. അതൊക്കെ ഭദ്രമായിട്ടിരിക്കട്ടെ അല്ലേ? മഹാരാജാ സാറേ, നമുക്ക് അപ്പുറത്തെ ബാൽക്കണിയൊക്കെ നോക്കാം. വാ. ചിലപ്പോൾ ഈ മുറി തുറക്കാൻ കഴിഞ്ഞാൽ രവി സാറിന്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയേക്കും. അതിന് എങ്ങനെയെങ്കിലും ഈ മുറിയിൽ കയറിയേ പറ്റൂ. എനിക്ക് എന്റെ മകളുടെ ഭാവി രക്ഷിക്കണം. കൈവിട്, ആരെങ്കിലും കാണും. സാർ വിട് സർ. സർ കൈവിടൂ പ്ലീസ്. ആരെങ്കിലും കാണും. കാണട്ടുള്ളൂ. കണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് രണ്ടാൾക്കും ഇപ്പൊ ലൈസൻസ് കിട്ടാൻ പോവല്ലേ. ഇതെന്താണോ താനൊന്നും മിണ്ടാത്ത? വായിൽ നിന്നും മുത്തുകൊഴിഞ്ഞു പോകും എന്ന് ഭയന്നിട്ടാണോ? എന്താ സർ നോക്കുന്നത്? എന്തു പറ്റി? ഞാനേ ഒരു കവർ നോക്കിയായിരുന്നു. താൻ സംസാരിക്കുമ്പോൾ മുത്തുകൊഴിഞ്ഞു വീണാൽ അതിനെ കവറിലാക്കി തിരികെ തരാലോ, അതിനുവേണ്ടിയാ. മുത്ത് നഷ്ടപ്പെടുമെന്ന് കരുതി സൈലന്റ് ആയിട്ട് നിൽക്കേണ്ടതാൻ. സർ പ്ലീസ് ഇങ്ങനൊന്നും കളിയാക്കല്ലേ. ഓ, അപ്പൊ ആ വായിൽ നാക്കുണ്ട്. സന്തോഷം. എന്തായാലും തന്നെ ഉപദ്രവിക്കാനൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ഒരല്പം സ്വകാര്യമായിട്ട് സംസാരിക്കാനാ. എന്ത് സംസാരിക്കാൻ?
കൊച്ചു കൊച്ചു കാര്യങ്ങൾ. ഈ വിവാഹം എങ്ങനെ ആയിരിക്കണമെന്നൊക്കെ ഓരോരുത്തർക്കും ഓരോരോ സ്വപ്നങ്ങൾ കാണില്ലേ? അങ്ങനെ തനിക്ക് എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ എന്നറിയണം. ഉണ്ടെങ്കിൽ പറയണം. നമുക്ക് അതുപോലെ പ്ലാൻ ചെയ്യാൻ നോക്കാം. നമ്മുടെ വിവാഹം ഭൂമിയിലെ സ്വർഗത്തിൽ തന്നെ നടത്താൻ ഞാൻ തയ്യാറാണ്. സോറി സർ, നമ്മുടെ വിവാഹം നടക്കുമെന്ന ഭയം ഇപ്പോഴെന്നെ അലട്ടുന്നുണ്ട്. ടെൻഷൻ മാറുന്നേ ഇല്ല എനിക്ക്. എന്താടോ താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ അമ്മ ഇടയ്ക്ക് കുറെ താല്പര്യക്കുറവ് കാണിച്ചതിനാണോ? അതൊക്കെ ഇപ്പൊ മാറിയിടോ. അല്പം മുമ്പ് താൻ തന്നെ കണ്ടതല്ലേ അമ്മ തന്നെ എത്ര വാത്സല്യത്തോടെ സ്വീകരിച്ചത്. പക്ഷേ എന്റെ ഭയം അമ്മയെക്കുറിച്ചല്ല സർ. പിന്നെ പിന്നെ എന്തിനെ കുറിച്ചാ തന്റെ ഭയം? മനസ്സിലായി? ശ്രീലക്ഷ്മി, മൈൻഡ് യുവർ വേർഡ്സ്. എന്താ നിന്റെ ഉദ്ദേശം? നീ ഇവിടെ വന്നു കയറാൻ പോകുന്നതല്ലേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഇവിടുത്തെ കൊച്ചമ്മയായോ? വെറുതെ എന്റെ മെക്കിട്ട് കയറാൻ വന്ന ആരാടി ഇവിടെ വന്നു കയറാൻ പോകുന്നത്? ഇത് എന്റെ വീടാണ്, എന്റെ സ്വന്തം വീട്. ഇവിടെ എന്ത് ചെയ്യാനും പറയാനുള്ള അധികാരം എനിക്കുണ്ട്. എന്ന് പറഞ്ഞ നീ എന്തു ഭാവിച്ചാ ഈ സംസാരിക്കുന്നത്? നീ ഇതുവരെ ഈ വീട്ടിലെ മരുമകളായിട്ടില്ല. നീ ഇപ്പോഴും വെറും ശ്രീലക്ഷ്മിയാണ്, മിസ്സസ് ശ്രീലക്ഷ്മി രവിചന്ദ്രവർമ്മൻ അല്ല. ആരാടി നിന്റെ ഈ ശ്രീലക്ഷ്മി? ആരാടി ശ്രീലക്ഷ്മി? ഞാൻ നീ പറയുന്ന ശ്രീലക്ഷ്മി അല്ല, ഞാൻ രാജനന്ദിനിയാണ്. രാജനന്ദിനി. മനസ്സിലായോ? എനിക്ക് ഈ വീടുമായിട്ട് ഒരു ബന്ധമല്ലെന്ന് പറയാൻ നീ ആരാണെന്ന് മനസ്സിലായില്ല. നിനക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? ആര് ക്ഷണിച്ചു നിന്നെ ഇവിടേക്ക്? നിന്നോടാ ചോദിക്കുന്നേ. എന്റെ വീട്ടിൽ വലിഞ്ഞു കയറി വന്ന് എന്റെ രവിയെ രഹസ്യമായി നീ മോഹിക്കുന്നോ? എന്തിനാ നീ എന്റെ രവിയുടെ സന്തോഷങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നേ? ഞാൻ മോഹിച്ചെന്നോ? നീ എന്താടി പറയുന്നേ? ഞാൻ അങ്ങനെയൊന്നും. നിന്റെ ഈ കള്ളത്തരം. നീ എന്ത് അഭിനയം നടത്തിയാലും മനസ്സിലാവും എനിക്ക്. കാരണം ഞാൻ രാജനന്ദിനിയാ. രാജനന്ദിനി. ആ പേര് പറയാനുള്ള യോഗ്യത പോലും നിനക്കില്ല. പറഞ്ഞാ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. കാരണം നീ ചെയ്ത ചതികൾ എന്താണെന്ന് എനിക്കറിയാം. ആ കണക്ക് ഞാൻ പറയണോ നിന്നോട്? എന്നെ രവിയിൽ നിന്നും അകറ്റാൻ എന്തൊക്കെയാ ചെയ്തെന്ന് നിന്നോട് ഞാൻ പറയണോന്ന്? എന്താടി നീ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ കണക്ക് ഇപ്പൊ ഓർമ്മ വന്നോ നിനക്ക്? ഓർമ്മ വന്നോന്ന്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നോ?
അപ്പൊ ജാതകം തിരുത്തി എന്നെയും രവിയെ അകറ്റാൻ ശ്രമിച്ചത് നീയല്ലേ? കല്യാണക്കുറിയിൽ ചോര വീഴ്ത്തിയത് നീയല്ലേ? എന്താ സുദർശൻ ചേട്ടാ നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം? ശരിക്കും ഈ ബില്ല് തന്നെയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ പ്രശ്നം? എന്താ ചേട്ടാ ഈ മൗനം കാണുമ്പോ ചേട്ടന്റെ യഥാർത്ഥ പ്രശ്നം ബില്ലല്ലെന്ന് മനസ്സിലാക്കിക്കോട്ടെ ഞാൻ. ഈ മൗനം സ്വന്തം മകളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ് സാർ. എന്ത് ഉത്കണ്ഠയാ? സരോജമ്മയെ നോക്ക് ചേട്ടാ, അവർ എത്ര സന്തോഷവതിയാ. അവർക്കൊരു ഉത്കണ്ഠയില്ലല്ലോ നിങ്ങളെപ്പോലെ. അവളുടെ മനസ്സിൽ മകളുടെ സന്തോഷം മാത്രമേ ഉള്ളൂ സാർ. പക്ഷേ എന്റെ മനസ്സിൽ ഇപ്പോഴും ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് സാർ. അതിനുള്ള ഉത്തരം ലഭിക്കാതെ എന്റെ മനസ്സൊരിക്കലും ശാന്തമാവില്ല. അതിന് ചേട്ടൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുന്നേ. പകരം എന്തിനാ ഇത്ര ചീപ്പ് ഇടപാടുകൾ? ഭയങ്കര ബോറല്ലേ ഇതൊക്കെ? സാരമില്ല സാർ. സ്വന്തം മകളുടെ നന്മയ്ക്ക് വേണ്ടി അല്പം തല കുനിക്കേണ്ടി വന്നാലും എനിക്ക് സങ്കടമൊന്നുമില്ല. ആ ബോറത്തരം ഞാനങ്ങ് സഹിക്കും, അത്രേ ഉള്ളൂ. ചേട്ടന്റെ സംസാരം കേട്ടിട്ട് രവിയെ കുറിച്ച് എന്തോ വലിയ സംശയമുള്ളതുപോലെ തോന്നുന്നുണ്ട്. നോക്കൂ സുദർശൻ ചേട്ടാ, അതൊക്കെ ചേട്ടന്റെ വെറും സംശയങ്ങൾ മാത്രമാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം, ശ്രീലക്ഷ്മി എന്നും രവിവർമ്മ സാറിനോടൊപ്പം സന്തോഷമായി ജീവിക്കും. എന്റെ വാക്കും ഉറപ്പുമാണ്. പിന്നെ ചേട്ടന് രവിവർമ്മൻ സാറിനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചോളൂ. കാരണം രവിവർമ്മൻ സാറിന്റെ ജീവിതം ഒരു പുസ്തകമാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ തവണ വായിച്ചിട്ടുള്ളത് ഞാൻ മാത്രമാണ്. എനിക്കേ പറയാൻ പറ്റൂ രവി. എന്താ മാഡം ഒരു മൂഡ് ഓഫ്? ഒന്നുമില്ല സർ. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സംസാരിക്കണോ? ഇങ്ങനത്തെ അവസരങ്ങൾ ഇനി എപ്പോഴും കിട്ടണമെന്നില്ല നമുക്ക്. ഒന്നാമത് വിവാഹം പ്രമാണിച്ച് ഓഫീസിലെ കാര്യങ്ങളിൽ നിന്ന് ഒരല്പം വിട്ടു നിൽക്കുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ഫ്രീ ടൈം കിട്ടിയത്. സോ കമാൺ, എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക. അതല്ല സർ, ഇടയ്ക്ക് ഞാൻ ഈശ്വരിയമ്മയെ കണ്ടിരുന്നു. നമ്മുടെ വിവാഹം മുടക്കാൻ പലരും ശ്രമിക്കുന്നുവെന്നും മുന്നിലെ പല തടസ്സങ്ങളും നേരിടുമെന്നും അതിനൊക്കെ നമ്മൾ അതിജീവിക്കണമെന്നും ഈശ്വരിയമ്മ പറഞ്ഞു. അതാലോചിക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ തോന്നുന്നുണ്ട്. ആ, ഈശ്വരിയമ്മ ഞാനും കണ്ടിരുന്നു. എന്നോടും ഇതൊക്കെ തന്നെ പറഞ്ഞത്. ഒപ്പം ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനും പറഞ്ഞു. സി, നമ്മൾ ഇപ്പൊ തന്നെ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടിട്ടുള്ളതല്ലോ. നമ്മൾ തന്നെ സ്വയം അറിഞ്ഞും അറിയാതെയും തടസ്സങ്ങൾ ഉണ്ടാക്കിയില്ലേ? പക്ഷെ അതെല്ലാം കഴിഞ്ഞു. എല്ലാത്തിനും ഒരവസാനം ഉണ്ടാവുമെന്ന പറച്ചില്ല. അതുപോലെ നമ്മുടെ തടസ്സങ്ങൾക്കും ഉണ്ടാവും ഒരവസാനം. താൻ ധൈര്യമായിട്ടിരിക്കണോ? നമ്മൾ ഇതിനെ അതിജീവിച്ചിരിക്കും, ഉറപ്പാണ്. അതെ സർ, ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. നമുക്ക് സന്തോഷത്തോടെ വേണം ജീവിക്കാൻ. പക്ഷേ ഈ പറഞ്ഞ സന്തോഷം തന്റെ ഈ മുഖത്ത് കാണുന്നില്ലല്ലോ. വിവാഹത്തിന് ശേഷമുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഓഹോ, അപ്പൊ വിവാഹം വരെ തന്റെ ഈ ചിരിക്കാത്ത മുഖം കണ്ടുകൊണ്ടിരിക്കണം. ഒരുമാതിരി ഇഞ്ചിപ്പിളി കുടിച്ച പോലെ ഇങ്ങനെ.
ആഹാ പുത്തിരി കത്തിയല്ലോ. ഇപ്പോഴല്ലേ എന്റെ ശ്രീലക്ഷ്മി കുട്ടിക്ക് 7 അഴക്. അതിന് ഞാനെന്ത് കാണിച്ചെന്നാ? നീ എന്തിനെ പറ്റിയായി പറയുന്നേ? ഒന്നും അറിയാത്ത പോലെ. ആ ഒരു ബില്ല് പോയി എന്ന് വെച്ച് അത് കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞ ഇത്രയ്ക്ക് വാശി പിടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആ രവിസാറും അമ്മയൊക്കെ എന്ത് വിചാരിച്ചു കാണുമോ എന്തോ. പിന്നെ ബില്ല് പോയാൽ നീണ്ടാക്കി തരുമോ? ശ്രീടച്ച, ഞാൻ വലിയ മണ്ടിയൊന്നുമല്ല. ഞാനും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാ. ഒരു ബില്ല് നഷ്ടപ്പെട്ട അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തൂടെ? അതാർക്കാ അറിയാത്തെ? അവിടെ ഉള്ളവരെല്ലാം നമ്മളെക്കാളും വിദ്യാഭ്യാസം ഉള്ളവരാ. അതെ അച്ഛാ, ഒന്നാമത് രവി സാറിന്റെ പേഴ്സണൽ റൂമാന്ന് പറയുന്നു. സാർ എന്ത് കരുതി കാണുമോ എന്തോ. അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ. ആ മുറി തുറപ്പിക്കാൻ എന്തൊരു വാശിയായിരുന്നു. ഈ മനുഷ്യന്റെ മനസ്സിൽ വേറെ എന്തോ ഉദ്ദേശം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുണ്ട് ഒരു നിർബന്ധവും പിടിവാശിയും. നമ്മുടെ ഭാഗ്യത്തിന് ആ കാറ്റത്ത് ആ ബില്ല് പുറത്തേക്ക് വന്നത്. അല്ലെങ്കിലേ ആ മുറി തുറപ്പിച്ച് ബില്ല് എടുക്കുന്നത് വരെ ഇങ്ങനെ അവിടെ സത്യാഗ്രഹം ഇരുന്നേനെ. തീർന്നോ നിന്റെ പ്രസംഗം? എന്തായാലും അമ്മയും മോളും കൊള്ളാം. ഒരു ദിവസം പോയി ഒരു നേരം അവിടുന്ന് ഭക്ഷണം കഴിച്ചപ്പോ അവരാ നിങ്ങൾക്ക് വലിയൊരു. 3 നേരവും 2 വയറ് കായാതിരിക്കാൻ രാവും പകലും മഴയും വെയിലും കൊണ്ട് വണ്ടിക്കാളയെ പോലെ കിതച്ച് ഓടി നടന്ന് ജോലി ചെയ്യുന്ന എനിക്കിപ്പോ പുല്ലുവില. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവർ. രവി സാറിന്റെ വിഷമമാണ് നിങ്ങളുടെ വിഷയവും വിഷമവും. കൊള്ളാം, നന്നായിരിക്കുന്നു. എനിക്ക് സന്തോഷമായി. അയ്യോ അച്ഛാ, അങ്ങനെയല്ല. എങ്ങനെയല്ലെന്ന്? അങ്ങനെ തന്നെയാ. ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം. ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്നെ ഇങ്ങനെ കൊച്ചാക്കി സംസാരിക്കില്ലായിരുന്നു. എന്റെ അച്ഛൻ ഞങ്ങള് മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ അച്ഛൻ ഈ പറയുന്നത്. മോളെ, നീ വെറുതെ ഇരിക്ക. അച്ഛൻ എന്തെങ്കിലും കാര്യം കിട്ടാൻ വേണ്ടി കാത്തിരിക്ക. എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് നിങ്ങൾ അവിടെ കാണിച്ചത് ഒട്ടും ശരിയായില്ല. അതേടി, അത് തന്നെ ഞാനിപ്പോ പറഞ്ഞത്. ഞാൻ കാണിക്കുന്നതും പറയുന്നതും നിങ്ങളുടെ കണ്ണിൽ ഇപ്പൊ തെറ്റ് തന്നെയായിരിക്കും. കാരണം പുളിങ്കൊമ്പല്ലേ ഇപ്പൊ കിട്ടിയിരിക്കുന്നേ. കോളനിയിൽ താമസിക്കുന്ന തുണിക്കച്ചവടക്കാരനും അന്നന്നത്തെ അന്നത്തിന് വക കണ്ടെത്താൻ നെട്ടോട്ടമിടുന്ന സുദർശനും ആര്? കോടികൾ ആസ്തിയുള്ള രാജനന്ദിനി വിലാസത്തിലെ രവിവർമ്മനാര്? ശരിയാ, മുന്തിയ തരം സുഖ സൗകര്യങ്ങൾ ആഗ്രഹിക്കാത്ത പെണ്ണുങ്ങൾ ആരാ ഈ ലോകത്തുള്ളത്? എന്നാലും സരോജം, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഈ വീട്ടിലെ ഗ്രഹനാഥനാ. അല്ലാതെ ആട്ടും തുപ്പും തരം താഴ്ത്തലും സഹിച്ച് ജീവിക്കാൻ ഞാനിവിടുത്തെ വേലക്കാരനല്ല. അതോർമ്മ വേണം. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ആരോടുള്ള ദേഷ്യമായി തീർക്കുന്നത്? വേറെ ആരോടുമല്ല, എനിക്ക് എന്നോട് തന്നെയാണ് ദേഷ്യം. അതെന്താണെന്ന് ചോദിച്ചാ ഞാനിന്ന് അവിടെ വരാൻ പാടില്ലായിരുന്നു. ഞാനവിടെ വന്നതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടായതും അഭിമാനം ഇടിഞ്ഞു താഴ്ന്നതും ഞാൻ കാലണയ്ക്ക് കൊളരാത്തവനായതും. സ്വയം കുറ്റപ്പെടുത്താതെ ശ്രീടച്ച സ്വന്തമായിട്ട് ആലോചിച്ചു നോക്ക്. നിങ്ങൾ തന്നെ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. എന്താ ശരിയല്ലേ? അമ്മ ഒന്ന് പോയേ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ഇതിനെ പറ്റി ഇവിടെ ഒരു സംസാരം വേണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. ഓ, ഞാൻ പോയേക്കാം. ഇനി ഞാൻ കാരണം ഇവിടെ ആരുടെയും പ്രഷർ കൂട്ടണ്ട. ഓരോന്ന് കാട്ടിക്കൂട്ടിട്ട് ഞെളിഞ്ഞു നിന്ന് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. ന്യായം എന്റെ ഭാഗത്താണെങ്കിലേ ഞാനതിനെ ന്യായീകരിക്കൂടി. അച്ഛാ പ്ലീസ്, എന്റെ വാക്കിന് ഈ വീട്ടിൽ ഒരു വിലയില്ലേ? നീ മിണ്ടി പോകരുത്. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. നീയും നിന്റെ അമ്മയും പണ്ടേ ഒറ്റ കെട്ടാടി. ഒന്നും ഞാൻ അറിയരുത്.
അച്ഛ പെണങ്ങല്ലേ. മാഡം, അടിയൻ കുറച്ചു സമയം ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. പ്ലീസ് പ്ലീസ്.